ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞങ്ങളിങ്ങനെ ഓഫീസ് കഴിഞ്ഞ് എന്നെ ഓഫീസിൽ പിക്ക് ചെയ്ത് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചുമ്മാ ഒന്ന് ഗ്ലോബൽ വില്ലേജ് വരെ പോകാന്നോർത്താണ്. അപ്പൊ നമ്മുടെ സാർ ഇവിടെ വണ്ടി ഓടിക്കുന്നു. സാർ ഹായ് കാണിച്ചത് കണ്ടില്ല. എന്താ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മുഖത്തേക്കാളും ദുബായ് കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങളിങ്ങനെ സെൻട്രൽ പോയിന്റ് മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് വഴി ഇങ്ങനെ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നല്ല ചൂടുള്ളൊരു ദിവസമാണ്, കണ്ടില്ലേ? പക്ഷെ നല്ല രസമുണ്ട് ക്യാമറയിൽ കൂടെ കാണാൻ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. വേറെ നല്ല ഓഫീസിൽ നേരെ കയറിയത് കൊണ്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇങ്ങനെ വാങ്ങിച്ചു വെച്ചാണ്. സാറിൻ്റെ ചായ കുടി കഴിഞ്ഞു. വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ ഭർത്താവ്. ഒന്ന് ചിരിക്കണം കേട്ടോ. റോഡല്ലേ, നമ്മുടെ റോഡ് സേഫ്റ്റീസ് ഒക്കെ നല്ലതായിട്ട് പാലിക്കണം. ദുബായ് റോഡിൽ വണ്ടി ഓടിക്കുന്നവരെ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരുപാട് ആക്സിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. ബി സേഫ് എന്നേ പറയാനുള്ളൂ. അതുകൊണ്ട് സേഫായിട്ടല്ലേ കെട്ടിയ വണ്ടി ഓടിക്കുന്നത്. ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വിദൂരതയിൽ കാണുന്നതാണ് മെർദിഫ് സിറ്റി സെന്റർ. ദുബായിലുള്ളവർക്കെല്ലാം ഇത് കോമൺ ആണ്, സിറ്റി സെന്റർ. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവർക്ക് ഇത്, നാട്ടിൽ ഇത്രയും വലിയ മോൾസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എല്ലാ സാധനവും കിട്ടും. ഫോക്കസ് ആകുന്നില്ല. പ്രതീക്ഷിച്ചതിലെ റഷ് ഉണ്ട് ഇന്ന്. ഈവനിങ് ടൈം ആണല്ലോ. ഇങ്ങനെ നമ്മൾ ഗ്ലോബൽ വില്ലേജ് എത്തി. റോഡിൽ നിന്ന് ഗ്ലോബൽ വില്ലേജിലോട്ടുള്ള എക്സിറ്റ് ആണ്. കണ്ടോ, നല്ല രസമല്ലേ? എൻട്രൻസ് തന്നെ നല്ല രീതിക്ക് ഇതാക്കിയത്. ഇപ്പം രാത്രിയാകുമ്പോൾ ഒന്നുകൂടെ രസമാണ്. ഭയങ്കര ലൈറ്റിങ് സെറ്റപ്പ് ഒക്കെ ആയിട്ട് പിന്നെ രണ്ട് സൈഡിലും ലൈറ്റ്സ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഒന്നുകൂടെ രസമാണ് ഈവനിങ് ടൈമിൽ. അതായത് ഇച്ചിരൂടെ ലൈറ്റ് പോയി നൈറ്റ് ടൈം ആകുമ്പോൾ ഒന്നുകൂടെ ഭയങ്കര ഭംഗിയാണ്. ആ ലൈറ്റ്സിൻ്റെ ഒക്കെ ഭംഗി വരുമ്പോൾ. ഇവിടുത്തെ നല്ലൊരു ആചാരമാണ്. പെഡസ്ട്രിയനിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വണ്ടികൾ നിർത്തി കൊടുക്കും. ഫൈനലി ഗൈസ്, ഞങ്ങളെത്തി. അതിൻ്റെ എൻട്രൻസിലോട്ടാണ് തോന്നുന്നത്. എല്ലാവരും നടക്കുന്നുണ്ട്, ഞങ്ങളും നടക്കുന്നു. കയറുമ്പോൾ തന്നെ നല്ല രസമാണ്. ഇത് പവലിയനാണോ എൻട്രൻസ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് കണ്ട ഡൂണ്ട കാണുന്നത് കണ്ടോ, ടർക്കിയുടെ പവലിയനൊക്കെ ഇവിടുന്ന് കാണാം. പല പവലിയൻസാണ് ഇവിടുന്ന്. പലർക്കും നടന്നു പോകാത്തവർക്ക് ഇതുപോലെ റിക്ഷയൊക്കെ ഇട്ടിട്ടുണ്ട്. ഗുഡ് ഇനിഷ്യേറ്റീവ്. സോ ഇതാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ എൻട്രൻസ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. നോക്കാം എന്തൊക്കെ സംഭവിക്കുന്നുള്ളത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കയറുമ്പോൾ തന്നെ നല്ല സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഒക്കെ ഒരു വ്യൂ വെച്ച് ആണ്. നല്ല തിരക്കുള്ളൊരു ദിവസമാണ് ഇന്ന്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിനകത്ത് കയറിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. ഇത് മറ്റേതല്ലേ? അയ്യോ, എനിക്കിന്റെ പേര് പറയാറില്ല, ഞാൻ മറന്നു. ഇതാണ് മറ്റേ ഐഫിൽ ടവർ. അല്ലല്ലല്ല, ക്ലോക്ക് ടവർ. ഇതാണ് നമ്മുടെ സാൻഡ്വിച്ച്
പിസ്സ ഗോപുരം. എന്ത് ഗോപുരം വന്നിടത്തില്ല, ഞാൻ എൻ്റെ പേര് പറഞ്ഞു. പക്ഷെ നല്ല രസമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാണാൻ. എൻ്റെ വാതിക്കലൊരു ലണ്ടൻ ബസ്സിൻ്റെ ഒക്കെ ഒരു മോഡലുണ്ട്. ഇതെന്തിൻ്റെയാന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഞാൻ മറന്നുപോയി. എൻ്റെ ഫ്രണ്ടിലൊരു ലണ്ടൻ ബസ്സിൻ്റെ ഒക്കെ ഒരു മോഡൽ പോലെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈഫിൽ ടവർ അതിൻ്റെ ഒരു മോഡൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ചൈനീസ് ആണോ ഒരു മോഡലൊരു ഇതാക്കിയിട്ട് വെച്ചിട്ട്. ഇതൊക്കെ പവലിയനാണോ എന്ന് എനിക്ക് അറിയത്തില്ല, നോക്കിയിട്ട് പറയാം. ഇങ്ങനെയാണോ എന്നറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് ടോട്ടലി ഗ്ലോബൽ വില്ലേജിൽ വരുന്നത് ഗൈസ്. ഇത് മറ്റേ തായ്ലൻഡ് ടെമ്പിളിൻ്റെ ഒക്കെ മോഡലാണ് കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തായ് മസാജ് എന്നൊക്കെ. ദിസ് ഈസ് വൺ ഓഫ് ദി അറബ് കൺട്രി റെപ്രസെൻറ്റേഷൻ. എന്തുവാന്ന് കൃത്യം എനിക്കറിയില്ല. ഞങ്ങളിങ്ങനെ സൈഡിലോട്ട് തിരിഞ്ഞ് ഈ പവലിയൻ വഴിയൊക്കെ ഞാൻ പോവുകയാണ്. സോ ഫസ്റ്റ് വൺ ഇവിടെ വരുന്നത് കുവൈറ്റാണ്. കുവൈറ്റിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ അടുത്തത് യമൻ കാണാം, അതിൻ്റെ അടുത്ത് ഈജിപ്റ്റ് കാണാം. അതിനകത്തൊക്കെ കയറിയാൽ ഓരോന്ന് കാണാം. സോ ഫസ്റ്റ് നമുക്ക് പോയി നമ്മുടെ പവലിയനിൽ എന്താ ഉള്ളതെന്ന് നോക്കാം, അല്ലേ നമ്മുടെ കൺട്രിയിൽ. എന്നിട്ട് തീരുമാനിക്കാം ബാക്കി എവിടെയൊക്കെ കയറണം എന്നുള്ളത്. കാരണം അല്ലെങ്കിൽ നമ്മൾ നടന്ന് നമ്മുടെ ഇടപാട് തീരും. അതുപോലെ ഉണ്ട് നടന്ന് കാണാൻ. കാരണം ഫുൾ വേൾഡിൻ്റെ ഓരോ നാട്ടിലും ഉണ്ടാക്കി വെച്ചേക്കും. ഓരോ പവലിയൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇതുപോലെ പല ഫുഡ് ഐറ്റംസിൻ്റെ കടകളും കാണാൻ കേട്ടോ. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. പക്ഷേ ഒന്നും വാങ്ങിക്കാൻ കൊള്ളത്തില്ല ഇവിടുന്ന്, ഒടുക്കത്തെ പൈസയാണ്. ഡ്രാഗണിൻ്റെ ഒരു മോഡൽ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോലെ റെഡി ആക്കിയിട്ട് അതിൻ്റെ നടുക്കൊരു വാട്ടർ ഷോ പോലെ ലൈറ്റ് ഒക്കെ ആയിട്ട് ഇവിടെ വാട്ടർ ഷോ കാണുമായിരിക്കും. ഇവിടെ നല്ല ഫുഡ് സ്ട്രീറ്റും ഒക്കെ ഉണ്ട്. സീ ഹൗ ക്രൗഡ് ഇറ്റ് ഈസ്. ഇതൊക്കെ ഉണ്ടോ, പല പവലിയൻസ് ഇവിടെ ഉണ്ട്. ഇത് ഈ കാണുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. അങ്ങോട്ട് പോകാം നമുക്ക് സ്ലോലി. എൻ്റെ കെട്ടിയവൻ ഇതെല്ലാം ഇങ്ങനെ നോക്കിക്കണ്ട് എങ്ങോട്ട് എങ്ങനെ പോകണം എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. യോർദാൻ പവലിയനകത്തുള്ള കുറച്ച് കാഴ്ചകളാണിത്. ഓക്കെ, ഇപ്പോഴത്തെ അതുപോലെ തന്നെ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്, പേർഷ്യൻ കബാബ്, അങ്ങനെ പല കടകളും ഉണ്ട്. രണ്ട് സൈഡിലും നമുക്ക് പവലിയൻസ് കാണാം. ഇറാഖിൻ്റെ പവലിയൻ. ഞങ്ങളങ്ങനെ നടന്ന് ഈജിപ്തിൻ്റെ പവലിയൻ്റെ അതിൽ വന്ന് മൊറോക്കയിലെത്തി. നമ്മളിങ്ങനെ എല്ലാ രാജ്യത്തിൽ കൂടെ ഇങ്ങനെ കടന്ന് പോവുകയാണ്. ഒരു രാജ്യത്തിലും ചേർന്നില്ല തൽക്കാലം. ഇതാ കണ്ടില്ലേ, ഓരോരോ ഫുഡ് ഐറ്റംസ് പല വെറൈറ്റി ആയിട്ടുള്ള. നമ്മൾ ട്രൈ ചെയ്യുമോ ഇല്ലെന്ന് അറിയത്തില്ല, നോക്കാം. ഇങ്ങനെ മൊറോക്കോയുടെ പവലിയൻ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കാണാം സൗദി KSA, കിങ്ഡം ഓഫ് സൗദി അറേബ്യ. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് കാണാം ജോർഡൻ. ആൻഡ് യെസ് ഗൈസ്, നമ്മൾ എത്തിയിരിക്കുന്നു നമ്മുടെ സ്വന്തം നമ്മൾ വന്നിരിക്കുന്ന സ്ഥലത്ത് നിന്നുള്ള പവലിയൻ. ദാറ്റ് ഈസ് ഇന്ത്യ. ആ കാണുന്നതാണ് ഇന്ത്യൻ പവലിയൻ. പാലസ്തീനിൽ മാറി ചൈനയിലോട്ട് കയറുന്നു. ഇങ്ങനെ യൂറോപ്പിലൊന്ന് പോകാൻ.
ഓരോ സ്റ്റേജ് ഷോ മാറി മാറി വരും. അപ്പം അതിൻ്റെ സൗണ്ടാണ് ഇത് കേൾക്കുന്നത്. വില്ലേജിനോട് ബൈ പറഞ്ഞ് ഞങ്ങൾ എക്സിറ്റ് ഗേറ്റിലെത്തി.